നിങ്ങളുടെ ആവശ്യം എന്താ? ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ അച്ഛനെ ഇവിടെ അറസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ അച്ഛനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ആക്കിയില്ലേ രാവിലെ എന്താ കാട്ടിക്കൂട്ടിയത്? ഒരു ഒരു മനുഷ്യനല്ലേ, വൈദികൻ വിട്, ഒരു മനുഷ്യനെ ഒരു അച്ഛൻ്റെ കണ്ടില്ലേ കൈ ഒടിഞ്ഞേക്കണേ. അങ്ങനെയാണ് ചെയ്യണ്ടേ? മനുഷ്യത്വപരമായിട്ടാണ് ഇടപെടേണ്ടത്. എന്ത് തെറ്റും ഞങ്ങൾ ഈ അച്ഛന്മാരായാലും ഞങ്ങളായാലും എന്താ ചെയ്തേക്കണേ? ഞങ്ങളിവിടെ ഇരിക്കാനാണ് തീരുമാനിച്ചാണ്. ഞങ്ങളുടെ മേലധികാരികൾ എന്താ പറയണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഞങ്ങൾ മുമ്പോട്ടും അംഗീകരിക്കും. അത് കുഴപ്പമൊന്നുമില്ല. അച്ഛന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അറസ്റ്റ് ചെയ്തല്ലോ കാലത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് 4 മണിക്ക് വലിച്ചഴിച്ച് ഒരു പുരോഹിതന്മാരെയാണ് കൊണ്ടുവന്നേക്കണം. അങ്ങനെ അപ്പം അവരെ അറസ്റ്റ് ചെയ്ത് അവരെ കോടതിയിൽ ഹാജരാക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അത് ഇവർ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്തിരിക്കും. തീർച്ചയായും അക്ഷയ, അവർ പറയുന്ന ആവശ്യം അത് തന്നെയാണ്. അവർക്ക് ഇന്ന് രാവിലെ ഈ പള്ളിയിൽ ഉണ്ടായ ബിഷപ്പ് ഹൗസിൽ സമരം ചെയ്തിരുന്ന 21 വൈദികരെ അവർ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ബിഷപ്പ് ഹൗസിൽ നിന്നും പള്ളിമുറ്റത്തോട്ട് കൊണ്ടുവരുന്നത്. പിന്നീടാണ് ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ പൊയ്ക്കോളൂ എന്നുള്ള ഒരു തരത്തിലോട്ട് പോലീസ് പറയുന്നതും അതിനെ തുടർന്നാണ് ഈ വൈദികർ ഈ പള്ളിമുറ്റത്ത് ഇന്ന് രാവിലെ നാം കണ്ട പോലെ പള്ളിമുറ്റത്തിരുന്ന് അവർ പ്രതിഷേധം ആരംഭിക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ പ്രതിഷേധം തുടങ്ങുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വൈകിട്ടും അവർ ഉന്നയിക്കുന്ന കാര്യം ഈ രാവിലെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കസ്റ്റഡിയിലെടുത്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് നീക്കിയ 21 വൈദികരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. കേവലം രേഖകളിൽ മാത്രം അറസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, അതിന് പകരമായി അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലോട്ട് കടക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഈ വനിതകളായിട്ടുള്ള വിശ്വാസികളും പ്രതിഷേധക്കാരുമായിട്ടുള്ള ആളുകൾ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പ്രതിഷേധക്കാരായിട്ടുള്ള വനിതകൾ ഇവിടെ ഇരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേറെ ഒരു തീരുമാനവും അവർക്ക് സ്വീകാര്യമല്ല. ഇത് അറസ്റ്റ് എന്നുള്ള ഒരു കാര്യം, 21 വൈദികരെയും അറസ്റ്റ് ചെയ്താൽ മാത്രമേ അവർ പിരിഞ്ഞു പോകൂ എന്നുള്ള നിലയിലേക്കാണ്. അതിനുവേണ്ടി അവരെ സ്വയം അറസ്റ്റ് ചെയ്താലും അവർക്ക് കുഴപ്പമില്ല, അവർ അതിന് എന്തിനും തയ്യാറായി തന്നെയാണ് അവർ വന്നിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഈ സ്ത്രീകളായിട്ടുള്ള പ്രതിഷേധക്കാരും ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത്. അക്ഷയ.